Hi friends, welcome to today's class. മക്കളെ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ അവസാനത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠത്തിലെ അവസാനത്തെ ഭാഗം ചർച്ച ചെയ്യുന്നത്. അതായത് ദ ട്രയോ എന്ന് പറയുന്ന കഥയുടെ രണ്ടാമത്തെ ഭാഗം, ലാസ്റ്റ് പാർട്ടാണ്. എല്ലാം ശ്രദ്ധിക്കുക. നമ്മളതിലെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു കഴിഞ്ഞു, നമുക്ക് ഓർമ്മ ഉണ്ടാവും. എന്താ നമ്മളതിൽ കണ്ടത്? നിങ്ങൾക്കറിയാം, ഇതായിരുന്നു അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമ്മൾ തന്നിരുന്നത്. നമുക്ക് ഓർമ്മ ഉണ്ടാവും. സ്വാമിയും മണിയും കൂടി സരായ് നദീൻ്റെ തീരത്തിരിക്കുകയാണ്. അവരുടെ ഒരു സുഹൃത്തായ രാജം എന്ന് പറയുന്ന, ക്ലാസ്മേറ്റായ രാജം എന്ന് പറയുന്ന ഒരു കുട്ടിയെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നത്. ഈ രാജത്തിന് മണി നദിയിലേക്ക് എറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. സംസാരം നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അല്ലെങ്കിൽ മണിക്ക് മനസ്സിലായത്, രാജം സ്കൂളിൽ മണിയുടെ ഒരു എതിരാളിയായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അവനാരും പേടിയില്ല, നല്ല ബുദ്ധിയുണ്ട്, മാത്രമല്ല സമ്പത്തുമുണ്ട്. രാജൻ്റെ ഫാദർ, അച്ഛന് ഒരു പോലീസ് സൂപ്രണ്ടാണ്. സ്വാമി പിന്നെ മണിക്ക് വാക്ക് കൊടുക്കുകയാണ്. മന്നോട് എപ്പോഴും പറയാറുള്ളത് അവന് മണിയെയാണ് മറ്റുള്ള ആരെക്കാളും സപ്പോർട്ട് ചെയ്യുന്നത്, പിന്തുണക്കുന്നത് എന്നാണ്. സ്കൂളിലേക്ക് തിരിച്ചു വന്നപ്പോൾ സ്വാമി രാജത്തിൻ്റെയും അതുപോലെ തന്നെ മണിയുടെ ഇടയ്ക്ക് ഒരു ആശയത്തിലൊരു ചരടായിട്ടാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം, അവസാന ഘട്ടം നമുക്കറിയാം. അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാറ് സ്വാമിയെ പൊക്കി അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഓർമ്മ ഉണ്ടാവും. റെഡിയല്ലേ? ഓക്കെ, ഇനി എന്താ സംഭവിക്കണം നോക്കൂ. ഈ രംഗമാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഐ തിങ്ക് യു റിമെമ്പർ ദാറ്റ്. റെഡിയല്ലേ? ഹു ഇസ് ദിസ്? ധാരാണ് ശ്രദ്ധിക്കണേ. സി ഡു റിമെമ്പർ ദിസ് സീൻ? ഓർമ്മ ഉണ്ടാവും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടതാണ്. ഹു ഇസ് സ്റ്റാൻഡിങ് ഓൺ ദ ബെഞ്ച്? ആരാ ബെഞ്ചുമ കയറി നിൽക്കുന്നത്? പറയാം. റൈറ്റ്, സ്വാമിനാഥനാണ്. വാട്ട് മേഡ് ഹിം സ്റ്റാൻഡ് ദർ? എന്താ അവിടെ നിർത്തിയത്? എന്തിനു വേണ്ടിയിട്ടാണ്? യു നോ ദാറ്റ് ഹി വാസ് ഇൻഅറ്റൻറ്റീവ് ഓർ ഹി വാസ് നോട്ട് അറ്റൻറ്റീവ് ഇൻ ദ ക്ലാസ്. നമ്മൾ ചർച്ച ചെയ്തതാണ്. ക്ലാസ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ചോദ്യം ചോദിച്ചു, പൊട്ടത്തര മറുപടി പറഞ്ഞത്. ലിസ്ബൺ എന്തിനാ അറിയപ്പെടുന്നു ചോദിച്ചപ്പോൾ സ്പെയിൻ്റെ തലസ്ഥാനമാണെന്ന് പറഞ്ഞു. ഓർമ്മ ഉണ്ടാവും. പോർച്ചുഗലിൻ്റെ തലസ്ഥാനം നമുക്കറിയാത്. വാട്ട്സ് ഹി ഗോയിങ് ഡൂയിങ്? ഇപ്പം എന്താ ചെയ്യുന്ന പോലെ നിർത്തിയിട്ട്? വാട്ട് വിൽ ഹാപ്പൻ ടു മണി ആൻഡ് രാജം? മണിക്ക് രാജത്തിലേക്ക് ഇനി എന്താ സംഭവിക്കുക? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അടുത്ത പാരഗ്രാഫുകളൊന്ന് വായിച്ചു നോക്കാം. റെഡി? കൂടെ വായിക്കണേ. The teacher resumed his lessons. Africa was a land of forests. Nile was the most important river there. But Swaminathan paid no attention to the rest of the lessons. His mind began to wander. Standing on the bench, he stood well over the whole class. He could see so many heads, and he classified them according to the caps. There were 4 red caps, 25 Gandhi caps, 10 fur caps, and so on. When the work for the day was over, Swaminathan, Mani and Rajam adjourned to a secluded spot to say what was in their minds. Swaminathan stood between them and acted as the medium of communication. They were so close that they could have heard each other even if they had spoken whispers. But it was a matter of form between enemies to communicate through a medium. Mani faced Swaminathan steadily and asked, "Are you a man?" Swaminathan turned to Rajam and repeated, "Are you a man?" Rajam flared up and shouted, "Which dog doubts it?" Swaminathan turned to Mani and said ferociously, "Which dirty dog doubts it? Have you the courage to prove that you are a man?" asked Mani. Swaminathan turned to Rajam and repeated it. How? Repeated Swaminathan to Mani. "Meet me at the river near Nallapa's grove tomorrow evening." Near Nallapa's grove? Swaminathan was pleased to echo. "What for?" asked Rajam. "To see if you can break my head." "Oh, to pieces," said Rajam. Swaminathan's services were dispensed with. They gave him no time to repeat their words. Rajam shouted in one ear and Mani in the other. "So we may expect you at the river tomorrow," said Swaminathan. "Yes," Rajam assured them. Mani wanted to know if either would come with the gods. No, he would not. And Mani voiced another doubt. "If anything happens to you, will you promise to keep it out of your father's knowledge?" Rajam promised, after repudiating the very suggestion that he might act otherwise. Nallapa's grave stood a few yards before them. It was 6
and the traffic for the day between the banks was over. The usual evening crowd was far behind them. Swaminathan and Mani were skating on the sand. There was silence. Mani was staring at the ground with a small wooden club under his arm. He was thinking. He was going to break Rajam's head in a short while and throw his body into a river. But if it should be recovered, but then how could they know that he had done it? But if Rajan should come and trouble him at night as a spirit, since his grandfather's death he was sleeping alone. What if Rajam should come and pull his hair at night? After all, it would be better not to kill him. He would content himself with breaking his limbs and leaving him to his fate. If he should batter his search, who was going to find it out? Unless, of course, he cast a shy look at Swaminathan, who was blinking innocently. Unless, of course, Swaminathan informed the police. At the sound of creaking of boots, they turned and found that Rajam had come. He was dressed in khaki and carried under his arm an air gun that was given to him a couple of months ago on his birthday. He stood very stiff and said, "Here, I am ready." "You are late." "Yes, we'll start." Rajam shouldered his gun and fired a shot in the air. Mani was startled. He stood still, his club down. "You had a shot?" asked Rajam. "The next is going to be into your body if you are keen upon a fight." "But this is unfair. I have no gun while you have." "It was to be hand-to-hand fight." "Then why have you brought your club? You never said anything about it yesterday." Mani hung down his head. "What have I done to offend you?" asked Raja. "You called me a sneak before someone." "That's a lie." There was an awkward pause. "If this is all the case of your anger, forget it. I won't mind being friends." "Nor I," said Mani. Swaminathan gasped with astonishment. In spite of his posing before Mani, he admired Rajam intensely and longed to be his friend. Now this was the happiest conclusion to all the unwanted trouble. He danced with joy. Rajan lowered his gun and Mani dropped his club. To show his goodwill, Rajan pulled out his pocket half a dozen of biscuits. The river's mild rumble, rustling of the peepal leaves, the half-light of the late evening, and the three friends eating and glowing with new friendship, Swaminathan felt at perfect peace with the world. Okay, dears, kuda vaichittundavallo. I think you got some idea. Who is standing on the bench? You remember Swaminathan. What is he doing? നമ്മളിപ്പോൾ ചർച്ച ചെയ്തു, നമ്മൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, വാട്ട് ഡിഡ് മണി ആൻഡ് രാജം ഡിസൈഡ്? എന്താ തീരുമാനിക്കുന്നത് ഫൈനലി? വാട്ട് വാസ് മണി അഫ്രെയ്ഡ് ഓഫ്? എന്താണ് മണിക്ക് എന്തോ ഒരു പേടി വന്നു, ചില കാര്യങ്ങൾ എന്തോന്ന് ആലോചിച്ചപ്പോൾ പേടിയായിട്ട്. അതെന്താണെന്ന് അറിയാലോ. ഹൗ ഡി രാജം കം? എങ്ങനെ രാജം വന്നത്? വാട്ട് ഹാപ്പൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി? എങ്ങനെയൊക്കെ അത് അവസാനിക്കുന്നത്? യു സീ, സ്വാമിനാഥൻ ഫെൽറ്റ് അറ്റ് പെർഫെക്റ്റ് പീസ് വിത്ത് ദ വേൾഡ് എന്ന് പറയുന്നത്. വേൾഡാണ്, സോറി കേട്ടോ, ബുക്കുള്ളതുപോലെ അടിച്ചതാണ്, വേൾഡാണ്. ബട്ട് ദിസ് വൈ ഡിഡ് ഹീ ഫീൽ ഇറ്റ്? എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം എന്താണ്? നമുക്ക് ഒന്ന് സൈലൻ്റ് ആയിട്ടൊന്ന് വായിച്ചു. ഓക്കെ, ഓക്കെ, വായിച്ചിട്ടുണ്ടാവുമല്ലോ. കുറച്ച് ചോദ്യങ്ങൾ നോക്കല്ലേ. ഇത്ര ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്നുള്ളതാണ്. അതിലൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക, സ്വന്തം ചെയ്യാൻ ശ്രമിക്കുക. വാട്ട് വാസ് സ്വാമിനാഥൻ ഡൂയിങ് ആഫ്റ്റർ ഹി ഗോട്ട് ദ പണിഷ്മെൻ്റ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റിന്. ദ സർവീസ് ഓഫ് ദ മീഡിയേറ്റർ ടേൺ നീഡ്ലെസ് ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് ദ കൺവെർസേഷൻ. ഹൗ ഡിഡ് ദേ കമ്മ്യൂണിക്കേറ്റ് ദെൻ എന്നാണ്. വാട്ട് വാസ് ദ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ആർഗ്യുമെൻറ്റ്. What were the doubts arising in Mani's mind when he was sitting in the river on the river step with the club under his hand? How did Rajam appear before them? What did Rajam do to frighten Mani? What made Mani hang down his head? According to Mani, what was the reason for his hatred towards Rajam? Now, this was the happiest conclusion to all the unwanted trouble. How did they settle the issue? How did Rajam show his goodwill?
ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ശ്രമിച്ച് നോക്കണം, ഒറ്റയ്ക്ക് പോസ് ചെയ്ത് എഴുതി നോക്കുക. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സീ ദ ആൻസേഴ്സ്. ഫസ്റ്റ് വൺ എന്താണ് സ്വാമിക്ക് പണിഷ്മെൻറ്റ് കിട്ടിയാൽ സ്വാമി ചെയ്തത് എന്നാണ് നിങ്ങൾക്കറിയാം. അതിൻ്റെ മുകളിൽ നിന്നിട്ട് സ്വാമി ക്ലാസ് ഒന്നായിട്ട് വാച്ച് ചെയ്ത് അവന് കാണാമായിരുന്നു. അതിനെ ഓനെ എല്ലാ കുട്ടികളും അവരെ തൊപ്പിയുടെ അടിസ്ഥാനത്തിൽ തിരിക്കുക ചെയ്തത്. 4 ചുമന്ന തൊപ്പിയുണ്ട്, 25 ഗാന്ധി തൊപ്പിയുണ്ട്, 10 രോമത്തൊപ്പിയുണ്ട്. അത് അങ്ങനെ തിരിക്കുകയായിരുന്നു അവന് പണി. എന്തുകൊണ്ടാണ് മീഡിയേറ്ററായ സ്വാമിൻ്റെ സേവനം അവസാനിപ്പിച്ചത്? എന്തുകൊണ്ടാണ്? രാജും മണി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സ്വാമി റിപ്പീറ്റ് ചെയ്തതിനെ കാത്തിക്ക് അവർക്ക് ക്ഷമ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമിടുക ചെയ്തത്, ഒച്ചയിടുക ചെയ്തത്. എന്താണ് അവസാനത്തെ സെറ്റിൽമെൻറ്റ് എന്തായിരുന്നു? അടുത്ത ദിവസം പിന്നെ നദീതീരത്ത് വെച്ച് കണ്ടുമുട്ടുക എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത്. എന്താണ് മണീൻ്റെ മനസ്സിൽ വന്ന പേടിപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകളുണ്ട്. പേടിപ്പെടുത്തുന്ന ചിന്ത എന്തായിരുന്നു? മണി വിചാരിച്ചത് രാജ്യത്തിനെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? രാജ്യത്തിൻ്റെ പ്രേതം എൻ്റെ അടുത്ത് വന്നിട്ട് അവനെ ശല്യം ചെയ്യും, എന്നിട്ട് ഓനെന്ത് ചെയ്യുക? രാത്രി മുടി വന്ന് പിടിക്കും എന്നൊക്കെയാണ്, മുടി പിടിച്ച് വലിക്കും എന്നൊക്കെയാണ് അവന് പേടിച്ചത്, സംശയിച്ചത്. പിന്നെ എങ്ങനെയാണ് രാജൻ വന്നത്? നമുക്കറിയാം, കാക്കി ഡ്രസ്സ് ഇട്ടിട്ടാണ്. അവൻ്റെ കയ്യിൽ പിന്നെ അവൻ്റെ ബർത്ത്ഡേ കൊടുത്ത എയർ ഗൺ ഉണ്ടായിരുന്നു, അതുമായിട്ടാണ് വന്നത്. പിന്നെ അതുമായിട്ടാണ് വന്നത്, നമുക്കറിയാത്. പിന്നെ എന്താണ് മണിയെ പേടിപ്പിക്കാൻ വേണ്ടി രാജൻ ചെയ്തത്? അന്തരീക്ഷത്തിലേക്കൊരു പിന്നെ വെടിയുതിർക്കുക ചെയ്തത്. മണി എന്തുകൊണ്ടാണ് അവൻ്റെ തല താഴ്ത്തിയത്? നമുക്കറിയാം, ഓന് രാജത്തിനോട് പറഞ്ഞിരുന്നില്ല എന്ത് കൊണ്ടുവരുന്നുള്ളത്, ക്ലബ്ബ് കൊണ്ടുവരുന്നുള്ളത്. അത് രാജൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അതവർ തമ്മിലുള്ളൊരു വാഗ്ദാനത്തിൻ്റെ ലംഘനമായിരുന്നു. അതുകൊണ്ടാണ് തല താഴ്ത്തിയത്. മണിയുടെ അഭിപ്രായത്തിൽ പിന്നെ എന്തായിരുന്നു രാജ്യത്തിനുള്ള ദേഷ്യത്തിന് കാരണം? രാജ്യത്തിന് പതുങ്ങി നടക്കുന്നവൻ കള്ളൻ എന്ന് വിളിച്ചതായിരുന്നു. അറിയാലോ, രാജൻ മണിയെ കള്ളൻ എന്ന് വിളിച്ചതായിരുന്നു. എന്തായിരുന്നു അവസാനത്തെ കൺക്ലൂഷൻ? എന്താ നിങ്ങൾക്കറിയാം. ആ ഇഷ്യൂ അവരെന്ത് ചെയ്തു? തെറ്റിദ്ധാരണയൊക്കെ ഒരു മാറ്റി, അങ്ങനെ സുഹൃത്തുക്കളായി. അങ്ങനെയാണത് കൺക്ലൂഡ് ചെയ്തത്, അത് അവസാനിച്ചത്. പിന്നെ രാജ എങ്ങനെയാണ് അവൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക സാമൻസം കാണിച്ചത്? എങ്ങനെയാണ്? പിന്നെ അവൻ്റെ കീശയിൽ നിന്ന് 1/2 ഡസനോളം ബിസ്ക്കറ്റുകൾ പുറത്തേക്ക് എടുത്തിട്ടാണ്. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? എഴുതിയ ശരിയല്ലേ? നൗ ലെറ്റ് us discuss the story in detail. കഥ ഒന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്ത് നോക്കാം. നല്ലോണം ശ്രദ്ധിക്കണം. വാക്കുകൾ അവിടെ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു നോക്കാം. ദ ടീച്ചർ resumed the lesson. ടീച്ചർ പാഠം തുടർന്നു. രണ്ടാമത് തുടർന്ന് ഒരു നിർത്തിയത് വീണ്ടും തുടരുന്നതിനാണ് സ്റ്റാർട്ട് അഗെയിനാണ് റെസ്യൂം. അറിയാലോ. ആഫ്രിക്ക വാസ് എ ലാൻഡ് ഓഫ് ഫോറസ്റ്റ്. ആഫ്രിക്ക കാടുകളുടെ നാടാണ്. നൈൽ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവർ ദർ. നൈൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ്. ബട്ട് സ്വാമിനാഥൻ പെയ്ഡ് നോ അറ്റൻഷൻ ടു ദ റെസ്റ്റ് ഓഫ് ദ ലെസൺസ്. ആ പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും സ്വാമിനാഥൻ ശ്രദ്ധിച്ചില്ല. എന്താ കാരണം? ഹിസ് മൈൻഡ് ബിഗാൻ ടു വാണ്ടർ. എൻ്റെ മനസ്സിങ്ങനെ അലയാൻ തുടങ്ങി. സ്റ്റാൻഡിങ് ഓൺ ദ ബെഞ്ച് ഹി സ്റ്റുഡ് വെൽ ഓവർ ദ ഹോൾ ക്ലാസ്. ബെഞ്ചിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും മുകളിലാവാനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ കുഡ് സീ സോ മെനി ഹെഡ്സ്. എല്ലാവരും തല അവന് കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് ഈ ക്ലാസിഫൈഡ് ദം അക്കോർഡിംഗ് ടു ക്യാപ്സ്. അവരെ തൊപ്പിയുടെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിച്ചു. ദർ വെർ 4 റെഡ് ക്യാപ്സ്. ചുമന്ന 4 തൊപ്പി ഉണ്ടായിരുന്നു. 25 ഗാന്ധി തൊപ്പി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 10 രോമത്തൊപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ തരംതിരിച്ചു. വെൻ ദ വർക്ക് ഓഫ് ഫോർ ദ ഡേ വാസ് ഓവർ. അന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാമിനാഥൻ, മണി ആൻഡ് രാജൻ അഡ്ജേൺഡ് ടു എ സെക്ലൂഡഡ് സ്പോട്ട്. അഡ്ജേൺഡ് മാറി നിന്നതാണ്. സെക്ലൂഡഡ് ഒരു സ്വകാര്യമായ ഒരൊഴിഞ്ഞ അത്രയർത്ഥമുള്ള സ്ഥലത്തേക്ക് മാറിയെന്നു. ടു സേ വാട്ട് വാസ് ഇൻ ദെയർ മൈൻഡ്. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. സ്വാമിനാഥൻ ഷുഡ് ബിറ്റ്വീൻ ദം ആൻഡ് ആക്ടഡ് ആസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. സ്വാമിനാഥൻ അവരെ നടുക്ക് നിന്നു, എന്നിട്ടൊരു ആശയത്തിലുള്ളൊരു മാധ്യമമായിട്ട് പ്രവർത്തിച്ചു. They were so close that they could have heard each other even if they had spoken in whispers. എല്ലാം മന്ത്രിച്ചാൽ പോലും കേൾക്കുന്ന അത്ര അടുത്തായിരുന്നു അവരുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ഫോം ബിറ്റ്വീൻ എനിമീസ് ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ എ മീഡിയം. പക്ഷേ ശത്രുക്കൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയായിരുന്നു ഒരു മധ്യസ്ഥനിലൂടെ സംസാരിക്കുക എന്നുള്ളത്. മണി ഫേസ് സ്വാമിനാഥൻ സ്റ്റഡിലി ആൻഡ് ആസ്ക്ഡ്. മണി സ്വാമിനാഥൻ നേരെ നിന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചു? അറിയാം മാൻ, ഒരു മനുഷ്യനാണെന്ന് ചോദിച്ചു. സ്വാമിനാഥൻ ടേൺ ടു രാജമാൻ റിപ്പീറ്റഡ്. സ്വാമിനാഥൻ നേരെ രാജ്യത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ആ ചോദ്യം ആവർത്തിച്ചു. മീഡിയേറ്റർ അല്ലേ മണി പറഞ്ഞത് ആവർത്തിച്ചു. അറിയാം മാൻ എന്ന് ചോദിച്ചു. രാജൻ ഫ്ലയേഡപ്പ്. ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നതിനാണ്. ജ്വലിക്കുക എന്നാണ് ഫ്ലയേഡപ്പ് എന്ന് പറഞ്ഞാൽ. ദേഷ്യം കൊണ്ട് ജ്വലിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു, വിച്ച് ഡോഗ് ഔട്ട് സ്റ്റേറ്റ്. ഏത് പട്ടിക്കാണ് സംശയമുള്ളത്? സ്വാമിനാഥൻ ടേൺ ടു മണി ആൻഡ് സെഡ് ഫെറേഷ്യസ്. വളരെ ശൗര്യത്തോട് കൂടി നേരെ തിരിഞ്ഞിട്ട് വളരെ ഗൗരവത്തോട് കൂടി ഉശിരോട് കൂടിയിട്ട് മണീൻ്റെ നേരെ തിരിഞ്ഞിട്ട് സ്വാമി ചോദിച്ചു,
എന്താ ചോദിച്ചു, വിച്ച് ഡേർട്ടി ഡോഗ് ഡൗട്ട് ഇറ്റ്, ഏത് പട്ടിക്കാണ്, വൃത്തിയിട്ട പട്ടിക്ക സംശയമുള്ളതെന്ന് ചോദിച്ചു. ഹാവ് യു ദ കറേജ് ടു പ്രൂവ് ദാറ്റ് യു ആർ എ മാൻ. അപ്പം മണി ചോദിക്കാണ്, നീ ഒരാണാൻ തെളിയിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടോ? സ്വാമിനാഥൻ രാജ്യത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ആ ചോദ്യം ആവർത്തിച്ചു. ഹൗ, എങ്ങനെ തെളിയിക്കേണ്ടത് സ്വാമിനാഥന് പിന്നെ മണിനോട് ചോദ്യം റിപ്പീറ്റ് ചെയ്തു. മീറ്റ് മീ അറ്റ് റിവർ നിയർ നല്ലപ്പാസ് ഗ്രേവ് ടുമാറോ, നാളെ വൈകുന്നേരം നല്ലപ്പ തോട്ടത്തിനടുത്ത് നദീതീരത്ത് കണ്ടുമുട്ടണം എന്ന് പറഞ്ഞു. റെഡിയല്ലേ, എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. നിയർ നല്ലപ്പാസ് ഗ്രേവ് സ്വാമിനാഥൻ വാസ് പ്ലീസ് ടു എക്കോ, സന്തോഷത്തോടുകൂടി സ്വാമിനാഥൻ അത് പിന്നെ പ്രതിധ്വനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു, നിയർ നല്ലപ്പാസ് ഗ്രേവ് എന്നുള്ളത്. വാട്ട് ഫോർ, എന്തിനാന്ന് വെച്ചു. ടു സീ ഇഫ് യു ക്യാൻ ബ്രേക്ക് മൈ ഹെഡ്, എൻ്റെ തല തകർക്കാൻ കഴിയുമെന്ന് അറിയാനാണെന്ന് പറഞ്ഞു. ഓ ടു പീസ്, കഷ്ണങ്ങളായിട്ടല്ലേ എന്ന് വെച്ച് രാജൻ. സ്വാമിനാഥൻ്റെ സർവീസ് വർ ഡിസ്പെൻസ്ഡ് വിത്ത്, സ്വാമിനാഥൻ്റെ സേവനം എന്ത് ചെയ്തു, ഒഴിവാക്കപ്പെട്ടു. കാരണം എന്താ, അവർക്ക് അങ്ങോട്ട് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവരെ കാത്തിക്കാനുള്ള ഏതുണ്ടായിരുന്നില്ല, ക്ഷമ ഉണ്ടായിരുന്നില്ല. ദ ഗേവ് ഹിം നോ ടൈം ടു റിപ്പീറ്റ് ദെയർ വേർഡ്സ്. റെഡിയല്ലേ. പിന്നെ അവൻ എന്തിനുള്ള നേരം ഉണ്ടായിരുന്നില്ല ഈ സമയം, അവർക്ക് സ്വാമിനാഥൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം അവർ കൊടുത്തില്ല. രാജം ഒരു ചെവിയിലും അതുപോലെ മണി മറ്റേ ചെവിയിലും എന്ത് ചെയ്തു, ഷൗട്ട് ചെയ്തുകൊണ്ടേയിരുന്നു സ്വാമിനാഥൻ്റെ ചെവിയിൽ. സോ വി മേ എക്സ്പെക്റ്റ് യു അറ്റ് ദ റിവർ ടുമാറോ, നാളെ നദീതീരത്ത് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു സ്വാമി. യെസ്, രാജൻ അഷ്വേർഡ്, രാജാവ് അവർക്ക് ഉറപ്പ് കൊടുത്തു. മണി വാണ്ടഡ് ടു നോ ഇഫ് ഏത് വേർഡ്സ് കം വിത്ത് ഗോഡ്സ്, മറ്റവൻ ഇതെന്ന് മറ്റേ ആൾ എന്നാണ് രാജൻ ഗോഡ്സുമായിട്ട് വരുമോ, അംഗരക്ഷകളായിട്ട് വരുമോ എന്നുള്ള അറിയേണ്ടിയിരുന്നു മണിക്ക്. നോ ഹി വുഡ് നോട്ടോ, അങ്ങനെ വരൂല എന്ന് പറഞ്ഞു. ആൻഡ് മണി വോയിസ് അനദർ ഡൗട്ട്, അടുത്ത ഒരു സംശയം കൂടി അവൻ എന്ത് ചെയ്തു, ഉന്നയിച്ചു. എന്താ അത്, ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു വിൽ യു പ്രോമിസ് ടു കീപ്പ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ഫാദേഴ്സ് നോളജ്, എനിക്കത് പറ്റിയാൽ പിന്നെ എൻ്റെ അച്ഛനെ അറിയിക്കൂല എന്ന് പ്രോമിസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. രാജൻ പ്രോമിസ് ചെയ്തു. ആഫ്റ്റർ റെപ്യൂഡിയേറ്റിംഗ് ദെയർ വെരി സജഷൻ ദാറ്റ് ഈ മൈറ്റ് ആക്ട്, മറ്റു രീതിയിൽ പ്രവർത്തിക്കുന്നുള്ള പോലെ ഒരു അഭിപ്രായത്തെ നിരാകരിച്ചുകൊണ്ട്, റെപ്യൂഡിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിരാകരിക്കുക എന്നാണ് നമുക്ക് കാണുന്നത്. നല്ലപ്പാൻ്റെ തോട്ടം കുറച്ച് വാര അകലെയായിരുന്നു. ഏതാണ്ട് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രാഫിക് ഫോർ ദ ഡേ വാസ് ബിറ്റ്വീൻ ദ ബാങ്ക്സ് വാസ് ഓവർ, അതായത് ആ നദിയുടെ ഒരു തീരത്ത് നിന്ന് മറ്റേ തീരത്തേക്ക് കടത്തുണ്ടായിരുന്നു, അതൊക്കെ നിർത്തിയിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തെ ആളുകളൊക്കെ വളരെ പിന്നിലായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ ദൂരെയായിരുന്നു. സ്വാമിനാഥനും മണിയും കൂടി മണലിങ്ങനെ ഇരിക്കുകയാണ്, സ്ക്വാറ്റ് ഇരിക്കുക, നമുക്കത് പടിഞ്ഞിരിക്കലാണ്. പിന്നെ അവർ മിണ്ടാതിരിക്കുകയാണ്. അപ്പം മണി എന്ത് ചെയ്തു, തറയിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കി. ഓൻ്റെ പിന്നെ കയ്യിൽ അതിൻ്റെ താഴെ ഏതുണ്ടായിരുന്നു, ആ ചെറിയൊരു മരവടി ഉണ്ടായിരുന്നു. ഹി വാസ് ഓനപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ ചിന്തിച്ചാൽ അറിയാം, ഹി വാസ് ഗോയിങ് ടു ബ്രേക്ക് രാജംസ് ഹെഡ്, രാജമിൻ്റെ തല തറക്കാൻ പോകുക കുറച്ച് സമയത്തിനുള്ളിൽ. എന്നിട്ട് അവൻ്റെ ബോഡി എന്ത് ചെയ്യും, ആ നദിയിലേക്ക് വലിച്ചെറിയും. ബട്ട് ഇഫ് ഇറ്റ് ഷുഡ് ബി റിക്കവേർഡ്, അതങ്ങനെ കണ്ടെത്തിയാൽ, ബട്ട് ദെൻ ഹൗ കുഡ് ദേ നോ ദാറ്റ് ഹി ഹാഡ് ഡൺ, ഓനാ ചെയ്തെങ്ങനെ അറിയാം. ബട്ട് ഇഫ് രാജൻ ഷുഡ് കം ആൻഡ് ട്രബിൾ ഹിം അറ്റ് നൈറ്റ് ആസ് എ ഗോസ്റ്റ്, അവൻ്റെ ഒരു ബേജാറാണ്, ഒരു സ്പിരിറ്റായിട്ട് വരുമോ എന്നുള്ളത്. എൻ്റെ അടുക്ക വാക്കുകൾ നോക്കണേ. അഡ്ജയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കൂട്ടമായിട്ട് മാറിക്കുക എന്നേ അർത്ഥമുള്ളൂ. സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു നിൽക്കുക, ഒരു ഒഴിഞ്ഞ സ്ഥലം എന്നേ അർത്ഥമുള്ളൂ. ഫ്ലെയർ അപ്പ് എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുക എന്നർത്ഥം. ഫെറോഷ്യസ്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിയേഴ്സായ രൂപത്തിൽ നിന്നാണ്, ശൗര്യത്തോട് ഉഷയോട് കൂടി എന്നൊക്കെയുള്ള സെൻസാണ് വരിക. ഡിസ്പെൻസ് എന്ന് പറഞ്ഞാൽ ടു ഗ്രാൻഡ് ആൻഡ് എക്സെപ്ഷൻ, ഒഴിവാക്കുക എന്നാണ്. റെപ്യൂഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ടു റിജക്റ്റ് ആസ് ആൻഡ് ട്രൂത്ത്, ശരിയല്ല എന്ന് നിരാകരിക്കലാണ് റെപ്യൂഡിയേറ്റ്. ഓക്കെ ആയാലും മക്കളെ, ഇപ്പോൾ സ്പിരിറ്റായിട്ട് വരുമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. സിൻസ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡെത്ത് ഹി വാസ് സ്ലീപ്പിംഗ് അലോൺ, ഗ്രാൻഡ് ഫാദർ മരിച്ചതിന് ശേഷം മണി ഒറ്റയ്ക്കാണ് ഉറങ്ങുന്നത്. വാട്ട് ഇഫ് രാജം ഷുഡ് കം ആൻഡ് പോലീസ് ഹയർ അറ്റ് നൈറ്റ്, രാത്രി അവന് സ്പിരിറ്റായിട്ട് വന്നിട്ട് അവനെ മുടി പിടിച്ച് വലിച്ചാൽ എന്താ ചെയ്യുക, ഇതുണ്ടാവുക. ആഫ്റ്റർ ഓൾ ഇറ്റ് വുഡ് ബി ബെറ്റർ നോട്ട് ടു കിൽ ഹിം, ഇപ്പോൾ ഏറ്റവും നല്ലത് അവനെ കൊല്ലാതെക്കലാണ്. ഹി വുഡ് കണ്ടൻ ഹിംസെൽഫ് വിത്ത് ബ്രേക്കിംഗ് ഹിസ് ലിംസ്, അവൻ്റെ കൈകാലുകൾ എന്ത് ചെയ്താൽ മതി, തകർത്താൽ തന്നെ സംതൃപ്തി ഉണ്ടാവും. ലീവിങ് ഹിം ടു ഹിസ് ഫേറ്റ്, അവൻ്റെ വിധിക്ക് വിട്ടുകൊടുക്കുക നല്ലത്. ഇഫ് ഹി ഷുഡ് ബാറ്റർ ഹിസ് ഹെഡ്, അവൻ്റെ തല തകർത്താലോ, ഹു വാസ് ഗോയിങ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, ആരാ കണ്ടെത്തുക. അൺലെസ് ഓഫ് കോഴ്സ് ഹി കാസ്റ്റ് എ ഷൈ ലുക്ക് അറ്റ് സ്വാമിനാഥൻ, തീർച്ചയായിട്ടും ഇങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവന് പതുക്കെ ആരെ നോക്കി, സ്വാമിനാഥൻ നോക്കി. സ്വാമിനാഥൻ എന്തായിരുന്നു പണി, ഈ വാസ് ബ്ലിങ്കിങ് ഇന്നസെൻ്റ്ലി, നിഷ്കളങ്കമായി മുഴിച്ചു നോക്കിക്കൊണ്ടിരുന്ന ഓനെ നോക്കി. അൺലെസ് ഓഫ് കോഴ്സ് സ്വാമിനാഥൻ ഇൻഫോംഡ് പോലീസ്, സ്വാമിനാഥൻ പോലീസിനോട് പറഞ്ഞെങ്കിൽ മാത്രമേ അറിയുള്ളൂ. അറ്റ് ദ സൗണ്ട് ഓഫ് ക്രീക്ക്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബൂട്ട് ഇങ്ങനെ അമരുന്ന സൗണ്ട് കേട്ട്, ക്രീക്ക് സൗണ്ട് കേട്ടത്. ദ ടേൺഡ് ആൻഡ് ഫൗണ്ട് ദാറ്റ് രാജം ഹാഡ് കം, രാജം വന്നതായിട്ട് അവൻ കണ്ടു. ഹി വാസ് ഡ്രസ് ഇൻ കാക്കി ഡ്രസ്സായിട്ടിരുന്നത്. ആൻഡ് ക്യാരീഡ് അണ്ടർ ഹിസ് ആം ആൻ എയർ ഗൺ ദാറ്റ് വാസ് ഗിവൺ ടു ഹിം എ കപ്പിൾ ഓഫ് മന്ത്സ് എഗോ ഓൺ ഹിസ് ബർത്ത്ഡേ.
അവൻ്റെ 2 മാസം മുമ്പ് അവൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്ത എയർ ഗണ്ണ് അവൻ്റെ കയ്യിൻ്റെ താഴെ വെച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്ത് വന്നത്. ഈ ഷുഡ് വെരി സ്റ്റിഫ്, അവന് വളയാതെ നേരെ നല്ലൊരു ഉറച്ച് നിന്നിട്ട് അവൻ പറഞ്ഞു, അതാ ഞാൻ വന്നിട്ടുണ്ട്, റെഡിയാണെന്ന് പറഞ്ഞു. യുവർ ലൈറ്റ് നേരെ വൈകിയെന്ന് പറഞ്ഞു. അതെ, നേരെ വൈകിട്ടുണ്ട്, വിൽ സ്റ്റാർട്ട്, തുടങ്ങാമെന്ന് പറഞ്ഞു. രാജൻ ഷോൾഡേഡ് ഇസ് ഗൺ ആൻഡ് ഫയർഡ് എ ഷോട്ട് ഇൻ ദ എയർ. തോക്കിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഷോൾഡറിൽ വെച്ചിട്ട് ഒരു വെടിയുതിർത്തു അന്തരീക്ഷത്തിലേക്ക്. മണി വാസ് സ്റ്റാർട്ടഡ്, മണി ഞെട്ടിപ്പോയി. ഹി സ്റ്റുഡ് സ്റ്റിൽ, നേരെ നിന്നു, അനങ്ങാതെ നിന്നു. ഹിസ് ക്ലബ് ഡൗൺ, അവൻ്റെ വടിയൊക്കെ താഴേക്കായി. പിന്നെ യു ഹാഡ് ദ ഷോട്ട്, നീ കേട്ടില്ലേ, ഒരു ഷോട്ട് കേട്ടില്ലേ, വെടി കേട്ടില്ലേ. ദ നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ ടു യുവർ ബോഡി ഇഫ് യു ആർ കീൻ അപ്പോൺ എ ഫൈറ്റ്. എനിക്ക് ഇങ്ങനെ മല്ലയുദ്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് വേണം തുടരണമെന്നുണ്ടെങ്കിൽ അടുത്തത് എൻ്റെ ശരീരത്തിലേക്കാണെന്ന് പറഞ്ഞു. റെഡി അല്ലേ. ബട്ട് ദിസ് ഈസ് അൺഫെയർ. അപ്പം മണി പറയാണ് അത് ശരിയല്ല. കാരണം എന്താ, എനിക്ക് എൻ്റെ അടുത്തില്ല, തോക്കെന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് ഹാൻഡ് ടു ഹാൻഡ് ദ്വന്ദ്വയുദ്ധമാണ് എന്ന് പറഞ്ഞു. അതിൽ അപ്പോൾ മണി ചോദിക്കുകയാണ്, അല്ല സോറി രാജൻ ചോദിക്കുക, ദെൻ വൈ ഹാവ് യു ബ്രോട്ട് യുവർ ക്ലബ്, പിന്നെന്തിനാ നീ വടി കൊണ്ടുവന്നത് എന്തിനാ, ക്ലബ് കൊണ്ടുവന്നത് എന്തിനാ. ക്ലബിന് ഗത വടി എന്നൊക്കെ അർത്ഥം കിട്ടും, ഒരു വടിയുള്ള സെൻസേ ഉള്ളൂ ഇവിടെ. യു നെവർ സെഡ് എനിത്തിങ് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളെ പ്രോമിസിൽ അല്ലെങ്കിൽ നമ്മളെ കരാറിൽ ഇതൊന്നും ഇല്ലല്ലോ. മണി ഹാങ് ഡൗൺ ഇസ് സെഡ്. അത് കേട്ടപ്പം തല താത്തി. വാട്ട് ഹാവ് ഐ ഡൺ ടു ഒഫൻഡ് യു, നിന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഉപദ്രവിക്കാൻ ഞാൻ എന്താ ചെയ്തു വെച്ച്. രാജ പറഞ്ഞു, യു കോൾഡ് മീ എ സ്നീക്ക് ബിഫോർ സമ്മൺ, ആരുടെ മുമ്പെന്ന് നീ എന്നെ കള്ളെന്ന് വിളിച്ചിട്ടുണ്ട്, പതിങ്ങിടക്കുന്ന ആൾ കള്ളെന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ലൈ, അത് നുണയാണെന്ന് പറഞ്ഞു. ദർ വാസ് അൻ ഒക്കേർഡ് പോസ്, ഒരു ഇംബറസിങ് ഒരു പോസ് ഉണ്ടായി അവിടെ, എന്തോ ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലൊരു പിന്നെ ഒരു നിശബ്ദത ഉണ്ടായി. ഇഫ് ദിസ് ഈസ് ഓൾ ദ കേസ് ഓഫ് യുവർ ആങ്കർ ഫോർഗെറ്റ് ഇറ്റ്, അതാണ് എൻ്റെ കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ മറന്നാളാം. ഐ വോണ്ട് മൈൻഡ് ബീങ് ഫ്രണ്ട്സ്, നമുക്ക് സുഹൃത്തുക്കളാകുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. നോറ മണിയും പറഞ്ഞു എനിക്ക് എതിർപ്പില്ല. ഇപ്പോൾ സ്വാമിനാഥൻ ഗാസ് വിത്ത് അസ്റ്റണിഷ്മെൻറ്റ്, വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് അവൻ എന്ത് ചെയ്തു, അങ്ങനെ പെട്ടെന്ന് ശ്വസിക്കുന്നതിനാണ് എന്തെന്ന് പറയുക, കിടക്കുന്ന രീതി ഇതാകുന്നതിനാണ് ഗാസ്പ് ചെയ്യുക എന്ന് പറയാം. പിന്നെ ശ്വാസം പ്രയാസത്തോടെ എടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന സന്തോഷം കൊണ്ട്, അത്ഭുതം കൊണ്ടാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോസിങ് ബിഫോർ മണി, മണിൻ്റെ മുകളിൽ അവനിങ്ങനെ അഭിനയിച്ചിരുന്നെങ്കിലും ഈ അഡ്മയർ രാജം ഇൻറ്റൻസ്ലി, രാജ്യത്തെ അവൻ വളരെയധികം എന്ത് ചെയ്തിരുന്നു, അഡ്മയർ ചെയ്തിരുന്നു. ഭയങ്കര ഒരു ഇമ്പ്രഷനായിരുന്നു, താല്പര്യമായിരുന്നു രാജ്യത്തിനോട് ഉണ്ടായിരുന്നത്. ആൻഡ് ലോങ് ടു ബി ഹിസ് ഫ്രണ്ട്, അവൻ്റെ സുഹൃത്താൻ സ്വാമിനാഥൻ ഭയങ്കര ഇഷ്ടമാണ്. നൗ ദിസ് വാസ് ദി ഹാപ്പിയസ്റ്റ് കൺക്ലൂഷൻ ടു ഓൾ അൺവാണ്ടഡ് ട്രബിൾ, ഇങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ സന്തോഷകരമായൊരു പര്യവസാനം ഉണ്ടായത്. ഈ ഡാൻസ് വിത്ത് ജോയ്, സന്തോഷം കൊണ്ട് ഡാൻസ് തുള്ളിച്ചാടിയവന്. രാജൻ ലോവേഡ് ഹിസ് ഗൺ, രാജൻ അവൻ്റെ തോക്ക് താഴ്ത്തി. മണി ഡ്രോപ്പ്ഡ് ഹിസ് ക്ലബ്, മണി അവൻ്റെ വടിയും നിലത്ത് വെച്ചു. ആൻഡ് ടു ഷോ ഹിസ് ഗുഡ് വിൽ രാജൻ പുൾഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ഹാഫ് എ ഡസൻ ബിസ്ക്കറ്റ്, ഒരു പിന്നെ പകുതി ഡസൻ ബിസ്ക്കറ്റ് ഓൻ്റെ പോക്കറ്റിൽ നിന്ന് ഓൻ എന്ത് ചെയ്തു, വലിച്ചെടുത്തു. എന്ത് കാണിക്കാൻ, ഓൻ്റെ ആ ഒരു ഗുഡ് വിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ദ റിവർ മൈൽഡ് റംബിൾ, റിവേഴ്സ് മൈൽഡ് റംബിൾ, ആ നദിയുടെ ചെറിയൊരു ഇരമ്പ്, ഒരു മുളക്കം, അതിനാണ് റംബിൾ എന്ന് പറയാം. ദ റസ്ലിംഗ് ഓഫ് ദ പീപ്പിൾ ലീവ്സ്, ആ രയാൽമരത്തിൻ്റെ ആ ഒരു മർമരം. ദ ഹാഫ് ലൈറ്റ് ഓഫ് ദ ലേറ്റ് ഈവനിങ്, കുറച്ചുണ്ട് വൈകുന്നേരം കുറച്ചുണ്ടായിട്ട് അതിൻ്റെ ഒരു മങ്ങിയ വെളിച്ചം. ആൻഡ് 3 ഫ്രണ്ട്സ് ഈറ്റിംഗ്, 3 സുഹൃത്തുക്കളും കൂടി ആ ഭക്ഷണം കഴിക്കുകയാണ്, തിന്നാണ് അവർ കൊണ്ട സാധനങ്ങൾ. ആൻഡ് ഗ്ലോയിങ് വിത്ത് ന്യൂ ഫ്രണ്ട്ഷിപ്പ്, ആ പുതിയ സൗഹൃദം കൊണ്ട് അവരിങ്ങനെ തിളങ്ങുകയാണെന്ന് പറഞ്ഞാൽ സന്തോഷം ഉദ്ദേശിക്കുന്നുണ്ടാവുക. പിന്നെ സ്വാമിനാഥൻ ഫെൽറ്റ് അറ്റ് പെർഫെക്റ്റ് പീസ് വിത്ത് വേർഡ്, പിന്നെ സ്വാമിനാഥന് ഹി ഫെൽറ്റ് കാം ആൻഡ് ക്വയറ്റ് ഓർ കാം ആൻഡ് പീസ്ഫുൾ, അവന് വളരെ എന്ത് തോന്നി, സന്തോഷം തോന്നി എന്നർത്ഥം. ഹാപ്പി ആൻഡ് കാം എന്നൊക്കെയുള്ള സെൻസാണ് വരിക, സന്തോഷം തോന്നും. നല്ലൊരു കഥയാണ് മക്കൾ. എവിടെയാണ് നമ്മൾ ആ മെസ്സേജ് വരുന്നത്, എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് നല്ല ബന്ധം, സ്മൂത്തായ ബന്ധം, മനസ്സ് സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവും. റെഡി അല്ലേ. അതാണ് ഈ പാഠത്തിൽ തീമായിട്ടുള്ള ബന്ധം. റൈറ്റ്. നൗ ബാറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് അഗൻസ്റ്റ് ഫോഴ്സ്ഫുള്ളി എന്നാണ്, ശക്തിയെ അടിച്ച് തകർക്കുന്നതിനാണ്. സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നേരെ പടി പോലെ നിൽക്കുന്നതിനാണ്. സ്നീക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിസ് റിഗാർഡ് ആസ് അണ്ടർ ഹാൻഡഡ്, അത് മോശം ഒരാളായിട്ട് ഒരു പിന്നെ ഒരു നല്ലതല്ലാത്ത കണ്ടം ചെയ്യപ്പെടേണ്ട ഒരാളായിട്ടുള്ള രീതിയിലുള്ള ആളെയാണ് സ്നീക്ക് എന്ന് പറയാം. കള്ളെന്നൊക്കെ സെൻസാണ്. ഒക്കേർഡ് എന്ന് പറഞ്ഞാൽ ഇംബറസിങ് എന്നാണ്. ഗാസ്പ് എന്ന ബീത്ത് നോയ്സ്, ശബ്ദത്തോടു കൂടി ശ്വസിക്കുക എന്നാണ്. റംബിൾ എന്ന് പറഞ്ഞാൽ ലൗഡ് ലോഡ് ഡൾ കണ്ടിന്യൂസ് നോയ്സ്, ആ ഒരു ഇരമ്പലിനാണ് റംബിൾ എന്ന് പറയാം. ഓക്കെ ഉള്ള മക്കളെ. നൗ ഈ ഭാഗത്ത് സമ്മറി നോക്കുക. ഇവഞ്ച്വലി ദ ഡിസൈഡ് ടു മീറ്റ് ഫോർ എ ഫൈറ്റ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ടു സീ ഹൂ വാസ് മോർ പവർഫുൾ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. But when the time for the fight came, Rajam suggested that they put aside the differences and become friends. For that time, Rajam suggested that they put aside the differences and became friends
to which Mani happily agreed. Okay, having always admired Rajam, Swami was also delighted at his turn of event and glad to be the friend of both powerful boys. Okay, now you can try first assignment, that is attempt a character sketch of Rajam. Model ഇവിടെ ഉണ്ട്, രാജത്തിൻ്റെ character sketch ആണ്. റെഡി അല്ലേ? Now you can read it and you can write it down. ഓക്കെ, നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. character sketch ഒക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ തരുണ്ട character sketch ഒക്കെ എഴുതിയപ്പോൾ ഓരോ സ്റ്റേജ് പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ ആണല്ലോ. Now you can try this. Swaminathan was punished by the teacher for being inattentive in the class. ക്ലാസ് ശ്രദ്ധിക്കാത്തതിനോന് എന്ത് ചെയ്തു? ശിക്ഷിച്ചു. Still he paid no attention to the lessons and his mind began to wander. Infuriated by Swami's behavior, the teacher writes a letter to his father. What would the content of the letter എന്നാണ് അറിയാലോ. അവൻ്റെ ആ പെരുമാറ്റത്തിലൊക്കെ ദേഷ്യം പിടിച്ചിട്ട് ആ ടീച്ചർ സ്വാമിൻ്റെ അച്ഛന് കത്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നാണ്. ഓക്കെ ആണല്ലോ. Now hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.